ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ധ്യായേതാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢ സീതാമുഖകമലമിളലോചനം നീരതാപം നാനാലങ്കാരദീപ്തം ദദതമുരുജടാ മണ്ഡലം രാമചന്ദ്രം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണം സുന്ദരകാന്ഡം 58-ാമത്തെ സർഗം. ലങ്കാ വൃത്താന്ത കഥനം. ലങ്കയിൽ നടന്ന വൃത്താന്തത്തിനെ പറ്റിയിട്ട് വാനരന്മാരോട് ഹനുമാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ സർഗത്തിൽ. തതസ്തസ്യ ഗിരേശൃംഗേ മഹേന്ദ്രസ്യ മഹാബലാഹ ഹനുമത് പ്രമുഖ പ്രീതിം ഹരയോ ജഗ്മുരുത്തമാം. ആ മഹേന്ദ്ര പർവ്വത ശിഖരത്തിൽ ഹനുമാൻ തുടങ്ങിയ ബലവാന്മാരായ വാനരന്മാർ തികഞ്ഞ സംതൃപ്തിയും സന്തോഷവും അനുഭവിച്ചു. പ്രീതിമസൂപവിഷ്ടേഷു വാനരേഷു മഹാത്മസു തം തദപ്രീതി സംഹൃഷ്ട പ്രീതിമന്ദം മഹാകവിം. ജാമ്പവാൻ കാര്യവൃത്താന്തം അപൃച്ഛത് അനിലാത്മജം. ഏറ്റവും സന്തുഷ്ടനായ ജാമ്പവാൻ സ്നേഹമുള്ളവരും മഹാത്മാക്കളുമായ വാനരന്മാരെല്ലാം ഇരുന്ന ശേഷം സംഭ്രാതനായ വായുപുത്രനോട് നടന്ന സംഗതികളെക്കുറിച്ച് ഇപ്രകാരം ചോദിച്ചു. കഥം ദൃഷ്ടാ ത്വയാ ദേവി കഥം വാ തത്ര വർത്തതേ തസ്യാം വാസകഥം വൃത്ത ക്രൂരകർമാദശാനന. ഭഗവാൻ ദേവി എങ്ങനെയാണ് കണ്ടത്? അവർ ഏതൊരവസ്ഥയിലാണ് ക്രൂരകർമ്മം ചെയ്യുന്ന ആ ദശമുഖൻ അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്? ഭഗവാൻ ഇതെല്ലാം വിശദമായി പറയൂ, കേൾക്കട്ടെ. തത്വത സർവമേതെന്ന പ്രഭൂഹി ത്വം ഹാകവേ ശ്രുതാർത്ഥശ്ചിന്തയിഷ്യാമോ ഭൂയകാര്യ വിനിശ്ചയം. വാനരോത്തമ, താങ്കൾ ഈ കാര്യങ്ങളെല്ലാം നടന്നപോലെ തന്നെ പറഞ്ഞാലും കാര്യങ്ങളെല്ലാം അറിഞ്ഞ ശേഷം ഭാവി നടപടികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. യഥാർത്ഥസ്തത്ര വക്തവ്യോ ഗതേരസ്മാവിരാത്മവാൻ ശിക്ഷിതവ്യം ജയത്തത്ര തദ്ഭവാൻ വ്യാകരോധുനഃ. അവിടെ ചെന്ന്, അതായത് രാമസുഗ്രീവ സന്നിധിയിൽ നാം പറയേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, മറച്ചു വെക്കേണ്ടത് എന്തെല്ലാം, ബുദ്ധിമാനായ അങ്ങ് തന്നെ അതെല്ലാം ഞങ്ങളോട് വിശദമായി പറയുക. സ യുക്തസ്തതസ്തേന സംപ്രഹൃഷ്ടതനൂരുഹ പ്രണമ്യ ശിരസാ ദേവി സീതായി പ്രത്യഭാഷത. ജാമ്പവാന്റെ നിയോഗം കേട്ട് ആനന്ദപുളകിതനായ ഹനുമാൻ സീതാദേവിയെ ശിരസ നമസ്കരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. പ്രത്യക്ഷമേവ ഭവതാം മഹേന്ദ്രാഗ്രാദ് കമാപ്ലുത ഉദതേ ദക്ഷിണം ഭാരം കംശമാണ സമാഹിത. കടലിൻ്റെ തെക്കേ കരയിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിച്ച് ഏകാഗ്രചിത്തനായി നിങ്ങളെല്ലാം കാണുക തന്നെ മഹേന്ദ്രപർവ്വത ശിഖരത്തിൽ നിന്ന് ഞാൻ ആകാശത്തിലേക്ക് കുതിച്ചുവല്ലോ. ഗച്ഛതശ്ചഹി മേഘോരം വിഘ്നരൂപമിവാഭവത് കാഞ്ചനം ശിഖരം ദിവ്യം പശ്യാമി സുമനോഹരം. അങ്ങനെ പോകുമ്പോൾ സ്വർണമയവും ദിവ്യവും മനോഹരവും ഘോരവുമായ ഒരു പർവ്വത ശൃംഗം തടസ്സപ്പെടുത്തുന്ന വിധം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സ്ഥിതം ബന്ധാനമാവൃത്യ മേനേ വിഘ്നം ജതം നഖം. വഴിമുടക്കിക്കൊണ്ട് കിടന്നിരുന്നതിനാൽ ആ പർവ്വതം വിഘ്നകാരിയാണ് എന്ന് വിചാരിച്ചു. ഉപസംഗമൃതം ദിവ്യം കാഞ്ചനം നഖസത്തമം കൃതാമേ മനസാ ബുദ്ധിർ ഭത്തവ്യോയം മയേതിജ. കാഞ്ചനമയവും ദിവ്യവുമായ ആ പർവ്വതത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അത് പിളർക്കേണ്ടതാണെന്ന് ഞാൻ മനസ്സുകൊണ്ട് നിശ്ചയിച്ചു. പ്രഹദം ജമയാ തസ്യാലാങ്കൂലേന മഹാഗിരേ ശിഖരം സൂര്യസങ്കാശം വിശീര്യതപഹസ്രത. ആ മഹാഗിരിയുടെ സൂര്യസന്നിഭമായ കൊടുമുടി എൻ്റെ വാൽ കൊണ്ടുള്ള ശക്തിയായ പ്രഹരമേറ്റ് 1000 നുറുങ്ങായി ചിതറിത്തെറിച്ചു. വ്യവസായം ജതം ബുദ്ധ്വാ സഹോവാച മഹാഗിരി പുത്രേതി മധുരാം വാണിം മനഃപ്രഹാദയന്നിവ. എന്തൊരാശ്ചര്യം! ആ മഹാഗിരി എൻ്റെ യാത്രയുടെ ഗൗരവം ഗ്രഹിച്ച് ഉള്ളലിയും വിധം മധുരമായി മകനെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു. പൃഥിവ്യം ജാഭിമാം വിദ്ധി സഖായം മാതരിശ്വന മൈനാകായി വിഖ്യാതം നിവസന്തം മഹോദതോ. സമുദ്രത്തിൽ വസിക്കുന്നവനും വായുദേവന്റെ ബന്ധുവും നിന്റെ അച്ഛൻ്റെ സഹോദരനെന്ന് കരുതേണ്ടവനുമായ ഞാൻ മൈനാകം എന്ന പേരിൽ വിഖ്യാതനാണ്. പക്ഷവന്തപുരാപുത്ര ബഭൂവു പർവ്വതോത്തമാഹ ചന്ദത പൃഥിവിം ചേരൂർ ബാധമാനാ സമന്തത. പുത്ര,
പണ്ട് പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നു. അവ ഭൂമിയിലെങ്ങും സ്വേച്ഛ പോലെ സഞ്ചരിച്ച് പലർക്കും ഉപദ്രവം ഉണ്ടാക്കിയിരുന്നു. ശ്രുത്വ നഗാനാം ചരിതം മഹേന്ദ്ര പാകശാസന ചിച്ഛേദാ ഭഗവാൻ പക്ഷാൻ വജ്രേ നൈഷാം സഹസ്രശ. പാകാരിയായ ഇന്ദ്രൻ പർവ്വതങ്ങളുടെ ഈ ക്രൂരകർമ്മം കണ്ട് വജ്രായുധത്താൽ അവയുടെ ചിറകുകൾ തുണ്ടുതുണ്ടായി ഛേദിച്ചു കളഞ്ഞു. അഹം തോ മോഷിതസ്തസ്മാതവ പിത്രാ മഹാത്മന മാരുതേന തഥാ വത്സ പ്രക്ഷിപ്തോസി മഹാർണവേ. വത്സ, നിന്റെ മഹാത്മാവായ അച്ഛൻ വായു ഭഗവാൻ ഇന്ദ്രനിൽ നിന്നും എന്നെ മോചിപ്പിച്ച് സമുദ്രത്തിനുള്ളിൽ കൊണ്ടുതള്ളി. രാമസ്യജമായ സാഹ്യേ വർദ്ധിതവ്യമരിന്ദമ രാമോ ധർമ്മഭൃതാം ശ്രേഷ്ഠോ മഹേന്ദ്ര സമവിക്രമ. ഇന്ദ്രതുല്യ പരാക്രമനും ധർമ്മിഷ്ഠരിൽ വെച്ച് ശ്രേഷ്ഠനുമായ ശ്രീരാമനെ സഹായിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. ഏതശ്രുത്വാ വജസ്തസ്യ മൈനാകസ്യ മഹാത്മന കാര്യമാവേദ്യതോ ഗിരേത് ഹുദ്യതം ച മനോമമ. മഹാത്മാവായ മൈനാകത്തിൻ്റെ ഈ വാക്കുകേട്ട് അനന്തരകരണീയങ്ങളെല്ലാം അദ്ദേഹത്തെ ധരിപ്പിച്ച് ഉദ്ദിഷ്ട കാര്യനിർവഹണത്തിനായി എൻ്റെ മനസ്സ് ഒരുങ്ങി. തേന ചാഹമനുജ്ഞാതോ മൈനാകേന മഹാത്മന സ ചാപ്യന്തർഹിതശൈലോ മാനുഷേന വപുഷ്മത ശരീരേണ മഹാശൈല ശൈലേന ച മഹോദതോ. പർവ്വതമാണെങ്കിലും മനുഷ്യരൂപം കൈക്കൊണ്ട മൈനാകം എനിക്ക് പോകാൻ അനുവാദം നൽകിയ ശേഷം പർവ്വതരൂപത്തോട് തന്നെ സമുദ്രത്തിൽ അന്തർദാനം ചെയ്തു. ഹനുമാൻ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ മൈനാകത്തെ സ്നേഹപൂർവ്വം തൊട്ട് തലോടി എന്ന് പറഞ്ഞിരിക്കുകയാൽ പർവ്വതം സമുദ്രത്തിൽ ആണ്ടുപോയി എന്ന് പറയുന്നതിന് ഔചിത്യമില്ലെന്നൊരു അഭിപ്രായമുണ്ട്. ഹനുമാൻ വരുന്ന സമയത്ത് പഴയ പോലെ ഉയർന്നു വന്നു എന്ന് പറയുകയും ചെയ്യാമല്ലോ. രണ്ടഭിപ്രായമാണ് ഇവിടെ പറയുന്നത്. ഉത്തമം ജവമാസ്തായ ശേഷം ബന്ധാനമാസ്ഥിത തതോഹം സുചിരം കാലം വേഗേനാഭ്യഗമം പതി. ബാക്കി സഞ്ചരിക്കാനുള്ള ദൂരത്തെക്കുറിച്ച് ചിന്തിച്ച് വളരെ വേഗത്തിൽ ഞാൻ യാത്ര തുടർന്നു. തതപശ്യാമഹം ദേവീം സുരസാം നാഗമാതരം സമുദ്രമധ്യേ സാ ദേവി വചനം മാമഭാഷത മമ ഭക്ഷ പ്രതിഷ്ഠസ്ത്വം അമരേർ ഹരിസത്തമ അതസ്ത്വാം ഭക്ഷയിഷ്യാമി വിഹിതസ്ത്വം ചിരസ്യമേ. പിന്നെ ഞാൻ നാഗമാതാവായ സുരസാദേവിയെ കണ്ടു. സമുദ്രമധ്യത്തിൽ അവൾ എന്നെ നോക്കി പറഞ്ഞു, വാനരോത്തമ, ദേവന്മാർ നിന്നെ എനിക്ക് ഭക്ഷണമായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. വളരെ കാലം കഴിഞ്ഞാണ് എനിക്ക് നിന്നെ ലഭിച്ചിട്ടുള്ളത്. അതിനാൽ നിന്നെ ഞാൻ ഭക്ഷിക്കാൻ പോകുന്നു. ഏവമുക്തസുരസയാ പ്രാഞ്ജലി പ്രണതസ്ഥിത വിഷണ്ണവദനോ ഭൂത്വ വാക്യം ജയതമുദീരയൻ. സുരസയുടെ ഈ വാക്ക് കേട്ട് എൻ്റെ മുഖം വാടി. കൈകൂപ്പിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, രാമോദാശരഥി ശ്രീമാൻ പ്രവിഷ്ടോ ദണ്ഡകാവനം ലക്ഷ്മണേന സഹ ഭ്രാത്ര സീതയാ ച വിഭാര്യയ. ദശരഥപുത്രനും ശ്രീമാനുമായ ശ്രീരാമൻ അനുജൻ ലക്ഷ്മണനോടും ഭാര്യ സീതയോടും കൂടി ദണ്ഡകാരണ്യത്തിൽ താമസിച്ചിരുന്നു. തസ്യ സീതാഹൃദ ഭാര്യ രാവണേന ദുരാത്മന തസ്യ സകാശം ദൂതോഹം ഗമിഷ്യേ രാമശാസനാത് കർത്തുമർഹസി രാമസ്യ സഹായം വിഷയേ സതി. അദ്ദേഹത്തിൻ്റെ പത്നിയായ സീതാദേവിയെ ദുഷ്ടരാവണൻ അപഹരിച്ചു. രാമശാസന അനുസരിച്ച് ഞാൻ ദേവിയുടെ അടുത്തേക്ക് ദൂതനായി പോവുകയാണ്. രാമൻ്റെ രാജ്യത്തിൽ വസിക്കുന്ന ഭവതി സഹായം ചെയ്യേണ്ടതാണ്. അഥവാ മൈഥിലിം ദൃഷ്ട്വാ രാമം ചാക്ലിഷ്ടകാരിണം ആഗമിഷ്യാമി ദേ വക്രം സത്യം പ്രതിശൃണോമി ദേ. അല്ലെങ്കിൽ സീതയെയും അക്ലിഷ്ടകർമാവായ രാമനെയും കണ്ട ശേഷം ഞാൻ ഭൗതിക്ക് ഭക്ഷണമായി തീരാം എന്ന് സത്യം ചെയ്യുന്നു. ഏവമുക്ത മയാ സാധു സുരസാകാമരൂപിണി അബ്രവീരാതിവർത്തേത കശ്ചിദേശവരോ മമ. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ കാമരൂപിണിയായ സുരസ, ഒരുവനും എന്നെ അതിക്രമിക്കാൻ സാധ്യമല്ല, ഇതെനിക്ക് ലഭിച്ച വരമാകുന്നു എന്ന് മറുമൊഴി ചൊല്ലി. ഏവമുക്ത സുരസയാ ദശയോജനമായത തതോർദ്ധഗുണവിസ്താരോ ബഭൂവാഹം ക്ഷണേരതോ. സുരസ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഞൊടിയിട കൊണ്ട് 10 യോജന ഉയരവും 5 യോജന വണ്ണവും ഉള്ളവനായിട്ട് വളർന്നു. മൽ പ്രമാണാനുരൂപം ച വ്യാധിതം ദൂമുഖം ദയാ തദ്ദൃഷ്ട്വാ വ്യാധിതം ചാസ്യം ഹ്രസ്വം ഹകരവം പുന. അപ്പോൾ അവൾ എന്നെ വിഴുങ്ങാൻ തക്കവണ്ണം വലുപ്പത്തിൽ വായ് പിളർന്നു. ആ തുറന്ന വായ കണ്ട് ഞാൻ എൻ്റെ ശരീരം ഏറ്റവും ചെറുതാക്കി. തസ്മിൻ മുഹൂർത്തേ ച പുനർബഭ്രവാങ്കുഷ്ടമാത്രക അഭിപത്യാസു തദ്വക്ത്രം നിർഗതോഹം തദക്ഷണാത്. ആ നിമിഷം തന്നെ ഞാൻ വീണ്ടും ശരീരം പെരുവിരലിനോളം ചെറുതാക്കി അവളുടെ വായിൽ പ്രവേശിച്ച് നിമിഷത്തിനുള്ളിൽ പുറത്തേക്ക് കടന്നു.
അബ്രവീത് സുരസാദേവി സേനരൂപേണ മാം പുന അർത്ഥസിദ്ധേ ഹരിശ്രേഷ്ഠ ഗച്ഛ സൗമ്യായതാ സുഖം സമാനേജ വൈദേഹിം രാഘവേണ മഹാത്മന സുഖീ ഭവ മഹാബാഹു പ്രീതാസ്മി തവ വാനര. തുലസാദേവി സ്വന്തം രൂപമെടുത്ത് എന്നോട് പറഞ്ഞു, വീര, ഞാൻ നിന്നിൽ സന്തുഷ്ടിയായിരിക്കുന്നു. താങ്കൾ കാര്യസിദ്ധിക്കായി യഥേഷ്ടം സഞ്ചരിച്ചാലും ഹരിശ്രേഷ്ഠ സീതയെ മഹാത്മാവായ രാമനോട് ചേർക്കുക. താങ്കൾ സുഖമായി വാണാലും. തതോഹം സാധു സാധീതി സർവഭൂതേ പ്രശംസിത തതോന്തരീക്ഷം വിപുലം പ്ലുതോഹം ഗരുഡോയത. അപ്പോൾ സർവഭൂതങ്ങളും സാധു സാധു, അതായത് നല്ലത് നല്ലത് എന്ന് പ്രശംസിച്ചു. പിന്നെ ഞാൻ വിശാലമായ ആകാശത്തിലേക്ക് ഗരുഡനെ പോലെ അനായാസം ഉയർന്നു. ഛായാമേ നിഗ്രഹിതാച നജവശ്യാമി കിഞ്ചന. അപ്പോൾ ആരാണെന്നറിയില്ല, എൻ്റെ നിഴൽ പിടിച്ചു നിർത്തി തടയപ്പെട്ടു. ഒന്നിനെയും ഞാൻ കണ്ടതുമില്ല. സോഹം വിഗതവേഗസ്തു ദിശോ ദശ വിലോകയൻ ന കിഞ്ചിത്തത്ര പശ്യാമി ഏനമേ അപഹൃതാഗതിഹേ. എൻ്റെ ഗതിവേഗം തടുക്കപ്പെട്ട ആ ജന്തു എന്താണെന്നറിയാൻ ഞാൻ 10 ദിക്കിലേക്കും നോക്കി. അങ്ങനെ യാതൊന്നിനെയും അവിടെ കണ്ടില്ല. തതോ മേ ബുദ്ധിരുൽപ്പന്ന കിം നാമ ഗഗനേ മമ യദുശോ വിഘ്ന ഉൽപ്പന്നോ രൂപം എത്ര ന ദൃശ്യതേ. എങ്ങും യാതൊരു രൂപത്തെയും കണ്ടില്ലെങ്കിലും ആകാശത്തിൽ ഇങ്ങനെ ഒരു തടസ്സം ഏർപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചിന്തിച്ചു. അതോ ഭാഗേന മേ ദൃഷ്ടി ശോചതാപാദിതാമയ തതോക്ഷമഹം ഭീമാം രാക്ഷസീം സലിലേശയാം. അതോടെ എൻ്റെ നോട്ടം താഴോട്ട് പതിച്ചിരുന്നില്ല. അതേവരെ എൻ്റെ നോട്ടം താഴോട്ട് പതിച്ചിരുന്നില്ല. പിന്നെ അങ്ങോട്ട് നോക്കിയപ്പോൾ വെള്ളത്തിൽ കിടന്നിരുന്ന ഭയങ്കരിയായ ഒരു രാക്ഷസിയെ ഞാൻ കണ്ടു. രഹസ്യാജ മഹാനാദം ഉക്തോഹം ഭീമയാതയ അവസ്ഥിതമസംഭ്രാന്തം ഹിതം വാക്യമശോഭനം. ഭയങ്കരിയായ അവൾ ഉത്സാഹപൂർവ്വം പൊട്ടിച്ചിരിച്ച് നിർഭയമായും അശുഭകരമായും അത്യുച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു. ക്വാസിഗന്ധ മഹാകായ ശുചിതായാമേപ്സിത മക്ഷപ്രീണയമേ ദേഹം ചിരമാഹവർജിതം. എടാ തടിയ, എവിടേക്കാണ് പോകുന്നത്? വളരെ കാലമായി വിശന്നു കിടക്കുന്ന എനിക്ക് നീ ഇഷ്ടപ്പെട്ട ആഹാരമാകുന്നു. നീ എൻ്റെ വയറ് നിറയ്ക്ക്, അങ്ങനെ ദേഹത്തെ തൃപ്തിപ്പെടുത്തുക. പാഠമിത്യേവതാം വാണിം പ്രത്യഗ്രഹണാമഹം ദദാ ഹാസ്യപ്രമാണാദധികം തസ്യാകായമപൂരയം. ശരി എന്ന് പറഞ്ഞ് ഞാൻ അവളുടെ വാക്ക് അംഗീകരിച്ചു. അപ്പോൾ ഞാൻ അവളുടെ വായേക്കാൾ എൻ്റെ ശരീരം വലുതാക്കി. അസ്യാശ്ചാസ്യം മഹദ്ഭീമം വർദ്ധതേ മമ ഭക്ഷണേ നജമാം സാധു ബുബുദേ മമ വാ നികൃതം കൃതം. അവളുടെ വായ എന്നെ ഭക്ഷിക്കാൻ തക്കവണ്ണം വലുതാക്കി തീർത്തു. എന്നാൽ എൻ്റെ ശക്തിയോ സൂത്രമോ അവൾ മനസ്സിലാക്കിയതുമില്ല. തതോഹം വിപുലം രൂപം തം ക്ഷിപ്യ നിമിഷാന്തരാത് തസ്യാഹൃദയമാദായ പ്രവദാമീ നഭസ്ഥലം. ഒരു ഞൊടിയിടയിൽ ഞാൻ എൻ്റെ ഭീമരൂപം ചെറുതാക്കി അവളുടെ ശരീരാന്തർഭാഗത്ത് കടന്ന് ഹൃദയം പറിച്ചെടുത്ത് ആകാശത്തിലേക്ക് കുതിച്ചുയർന്നു. സാ വിശിഷ്ടഭുജ ഭീമ പപാദാലവണാംബസി മയാ പർവ്വത സങ്കാശ നികൃത്ത ഹൃദയാസതി. സമുദ്രവാസിനിയും പർവ്വതാകാര ശരീനീയമായ അവൾ ഞാൻ ഹൃദയം പിളർന്നതോടെ കൈകൾ കുഴഞ്ഞ വെള്ളത്തിൽ ആണ്ടുപോയി. ശൃണോമി ഗഗദാനാം ച സിദ്ധാനാം ചാരണൈ സഹ രാക്ഷസീ സിംഹിക ഭീമാ ക്ഷിപ്രം ഹനുമദാഹത. സിംഹിക എന്ന ഭയങ്കരിയായ രാക്ഷസിയെ ഹനുമാൻ ക്ഷണനേരം കൊണ്ട് കൊന്നു എന്ന് ആകാശചാരികളായ സിദ്ധചാരണന്മാർ പറയുന്നത് ഞാൻ കേട്ടു. താം ഹത്വാ പുനരേവാഹം കൃത്യമാത്യൈകം സ്മരൻ ഗത്വാ ചാഹം മഹാദ്വാനം പശ്യാമി നഗമണ്ഡിതം ദക്ഷിണം തീരമുദതേ ലങ്കായത്ര ജസാപുരി അസ്തം ദിനകരേ യാതേ രക്ഷസാം നിലയം പുരം പ്രവിഷ്ടോഹം അവിജ്ഞാതോ രക്ഷോഭിർഭീമവിക്രമേഹി. അവളെ കൊന്ന ശേഷം ആപൽക്കരമായ ആ കൃത്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഞാൻ വളരെ ദൂരം സഞ്ചരിച്ചു. പിന്നെ പർവ്വതപംക്തികളാൽ മനോഹരവും സമുദ്രത്തിൻ്റെ തെക്കേ കരയിൽ സ്ഥിതി ചെയ്യുന്നതുമായ ലങ്കാപുരി എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം രാക്ഷസവാസസ്ഥാനമായ ആ നഗരത്തിൽ ഭീമവിക്രമന്മാരായ രാക്ഷസരുടെ കണ്ണിൽപ്പെടാതെ ഞാൻ പ്രവേശിക്കാൻ ഒരുങ്ങി. ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.